students, welcome to all. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ് 10th സ്റ്റാൻഡേർഡ്. അതിലെ 8ാമത്തെ ചാപ്റ്റർ ആകുന്ന ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ചുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് cot A minus cos A divided by cot A plus cos A is equal to cosec A minus 1 divided by cosec A plus 1. ഈ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈസി ആണ്. അതായത് ഈ LHSലുള്ള ഇതിനെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഈ RHSലുള്ള ഈ ആൻസർ കിട്ടുമെന്ന് പ്രൂവ് ദാറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം LHS എഴുതാം. LHS എന്താണെന്നാണ്? cot A minus cos A divided by cot A plus cos A. ഓക്കെ, ഇവിടെ ഇത് വന്നിട്ട് കോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് കൊസീക്ക് ആണ് അല്ലെ. ആൻസർ എന്തായിട്ടാണ് വരേണ്ടത്? കൊസീക്ക് ആണ് വരേണ്ടത്. കൊസീക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? 1/sin ആണ്. 1/sin A ആണ് കൊസീക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സൈൻ ആയിട്ട് നമുക്ക് ഇതില്ല, ഇവിടെ ഉണ്ട്. കോട്ടിനകത്ത് സൈൻ ഉണ്ട്. കോട്ടിന്റെ വാല്യൂ എന്താണ്? കോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? കോസ് എ ബൈ സൈൻ എ ആണ് അല്ലെ. കോസ് എ ബൈ സൈൻ എ ആണ് കോട്ട് എയുടെ വാല്യൂ. അപ്പൊ നമുക്ക് ഈ കോട്ട് എ ഉള്ളിടത്ത് എന്ത് ഇട്ട് കൊടുക്കാം? കോസ് എ ബൈ സൈൻ എ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫിസിക്കൽ ടു കോട്ട് എ എന്തായി മാറും? cos A by sin A. cos A by sin A. ഈ cot Aക്ക് ഞാൻ cos A by sin A ഇട്ടു. ഇനി എന്തുണ്ട്? മൈനസ് ഉണ്ട്, പിന്നെ ഒരു cos A ഉണ്ട്. ഡിവൈഡഡ് ബൈ ഈ ഡിവിഷനാണ് ഞാൻ ഇട്ടത്. ഇനി അടുത്ത ഇവിടെ ഒരു cot A ഉണ്ട്, അവിടെയും എന്ത് കൊടുക്കാം? cos A by sin A. പിന്നെന്തുണ്ട്? പ്ലസ് ഉണ്ട് അല്ലെ. പ്ലസ് cos A ഉണ്ട്. cos ഓക്കെ, ഒന്നുകൂടെ പറയാം. cot A മൈനസ് cos A ഡിവൈഡഡ് ബൈ cot A പ്ലസ് cos A. ഈ കോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് cos A ബൈ sin A ആണ്. അതെടുത്ത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രേ ചെയ്തോളൂ. ഇനി നമുക്ക് എന്തുണ്ട്? രണ്ട് വാല്യൂസ് ഉണ്ടല്ലേ. ഇതൊരു വാല്യൂസ്, ഇത് വേറൊരു വാല്യൂസ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് മൈനസ് ആണ്. ഇതിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് പ്ലസ് ആണ്. അപ്പൊ ഈ രണ്ട് ഭാഗത്ത് കോമൺ ആയിട്ട് ആരുണ്ട്? കോസ് ഉണ്ട് അല്ലെ. ഇവിടെ ഒരു കോസ് ഉണ്ട്, ഇവിടെ ഒരു കോസ് എ ഉണ്ട്. അപ്പൊ ഇവിടെയും കോമൺ ആയിട്ട് ആരുണ്ട്? കോസ് എ ഉണ്ട്. അതിനെ എനിക്ക് പുറത്തെടുക്കാം അല്ലെ. കോമൺ ആയിട്ടുള്ളതിനെ നമുക്ക് വെളിയിലെടുക്കാൻ പറ്റും. ഞാൻ ഇതിനെ കോസ് എയെ വെളിയിലെടുക്കുകയാണ്. കോസ് എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ആരേ ഉള്ളൂ? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. കാരണം എന്താണ്? നമ്മൾ ഇവിടെ നിന്ന് കോമൺ ആയിട്ടുള്ള ഒരു ടേംസിനെ പുറത്തെടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ബ്രാക്കറ്റ് ഇടുക. ഇനി ഇവിടെ നിന്ന് കോസ് എ പുറത്തു പോയാൽ ഇനി ഇവിടെ ആരേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. 1 ഇട്ട് കൊടുക്കുക കേട്ടോ, പുറത്തെടുക്കാൻ. അപ്പൊ ഞാൻ ഈ കോസ് എ പുറത്തെടുത്തപ്പം ഇവിടെ എന്തേ ഉള്ളൂ? 1 ഉള്ളൂ. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? സൈൻ എ ഉണ്ട്. പിന്നെ മൈനസ് ഈ കോസ് എയും പുറത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? 1 വരും. ക്ലിയർ ആയല്ലോ? കോസ് എ പുറത്തു പോയപ്പോൾ ആ കോസ് ഉണ്ടായിരുന്ന ഭാഗത്തെല്ലാം 1 വന്നു. തിരിച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് കോസ് എ ഇൻറ്റു 1 കോസ് എന്ന് കിട്ടും. കോസ് എ ഇൻറ്റു -1 മൈനസ് കോസ് എന്ന് തിരിച്ച് ഈ ഒരു ടേംസിൽ തന്നെ വരും. ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ നിന്നും ഇവിടെയും എന്താണ്? ഈ രണ്ട് ടേംസിലും എന്തുണ്ട്? കോസ് എ ഉണ്ട്. അപ്പൊ ഇവിടെയും നമുക്ക് കോസ് എയെ പുറത്തെടുക്കാം. ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം. അപ്പൊ ഇവിടുത്തെ കോസ് പുറത്തു പോയി ഇവിടെ ഇനി ആരേ ഉള്ളൂ? 1 ഉള്ളൂ. ഡിവൈഡഡ് ബൈ സൈൻ എ. പിന്നെന്തുണ്ട്? പ്ലസ് ഈ കോസ് എ പുറത്തു പോയി ഇനി ഇവിടെ ആരേ ഉള്ളൂ? 1. തിരിച്ച് നമ്മൾ ഇൻറ്റു ചെയ്യാണ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാണ്. ഈ കോസ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ കോസ് എ ബൈ സൈൻ എ ആവും. ഈ കോസ് കൊണ്ട് നമ്മൾ ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ തിരിച്ച് പഴയ പോലെ കോസ് എ എന്ന് പറഞ്ഞ് വരും. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഇപ്പൊ എന്താണ്? മുകളിലും താഴെയും കോസ് എ എന്നുള്ളത് കോമൺ ആയിട്ടുണ്ട് അല്ലെ. ന്യൂമറേറ്ററിലും കോസ് എ ഉണ്ട്, ഡിനോമിനേറ്ററിലും കോസ് എ ഉണ്ട്. സോ നമുക്കിത് രണ്ടും വെട്ടാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ആരേ ഉള്ളൂ? 1/sin A മൈനസ് 1, 1/sin A പ്ലസ് 1 മാത്രമേ ഉള്ളൂ. 1/sin A മൈനസ് 1, 1/sin A പ്ലസ് 1 മാത്രമേ ഉള്ളൂ. ഇസിക്കൽ ടു 1/sin A. 1/sin A എന്ന് പറയുന്നത് ആരെയാണ്? കൊസീക്ക് എയുടെ വാല്യൂ ആണ് 1/sin A. അപ്പോൾ കൊസീക്ക് എയുടെ വാല്യൂ ആണ് 1/sin A. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കൊസീക്ക് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
കൊസീക്ക് എ. ഞാൻ 1/sin എന്ത് കൊടുക്കുന്നു? കൊസീക്ക് എ മൈനസ് 1. അപ്പോൾ 1/sin എന്ന് പറയുന്നത് എന്താണ്? കൊസീക്ക് എ. ഇവിടെ 1/sin എന്താണ്? കൊസീക്ക് എ പ്ലസ് 1. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ RHS അല്ലെ. കൊസീക്ക് എ മൈനസ് 1ഉം കൊസീക്ക് എ പ്ലസ് 1ഉം. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് LHS ചെയ്ത് വന്നപ്പോഴത്തേക്ക് RHSലുള്ള ടേംസ് കിട്ടി. അപ്പൊ ഇതെന്തെന്ന് എഴുതാം ഇവിടെ? RHS. അപ്പൊ അത് കിട്ടിയതുകൊണ്ട് എന്തായി? പ്രൂവ്ഡ് ആയി. പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ആണ് ഇത് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഇത് 1/sin A കൊസീക്ക് എ ആണ്, കോട്ട് എ എന്ന് പറയുന്നത് കോസ് എ ബൈ സൈൻ എ ആണ്. ഇതെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക. എങ്കിലേ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? പ്രൂവ് ദാറ്റ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 is equal to 1/sec theta minus tan theta. Using the identity sec square theta is equal to 1 plus tan square theta. അതായത് ഈ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷനാക്കി മാറ്റണം. അതായത് 1/sec theta മൈനസ് tan theta ആക്കി മാറ്റണം. ഈ LHS എന്തായി മാറണം? RHS ആയിട്ട് പ്രൂവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അതിന് യൂസ് ചെയ്യേണ്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത് sec square theta is equal to 1 plus tan square theta ആണ്. അപ്പൊ നമുക്ക് ഈ LHS എടുത്ത് എഴുതാം. എന്താണ്? LHS is equal to sin theta minus cos theta plus 1 divided by sin theta plus cos theta minus 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ് പറയുന്നത്? സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ. എന്തൊക്കെയുണ്ട്? സീക് തീറ്റയുണ്ട്, ടാൻ തീറ്റയുണ്ട്. ഇവിടെ ആണെങ്കിലോ സൈൻ തീറ്റയും കോസ് തീറ്റയും ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ സീക് തീറ്റയും ടാൻ തീറ്റയും ആക്കി മാറ്റണം. ടാൻ തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് ടാൻ തീറ്റ. അതുപോലെ തന്നെ സീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/cos തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഡിവൈഡഡ് ബൈ കോസ് തീറ്റ, ഇവിടെ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ, അതായത് ഡിനോമിനേറ്റർ രണ്ട് കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ തീറ്റ കിട്ടും. അതുപോലെ ഈ 1/cos തീറ്റ വന്ന സീക് തീറ്റയും കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഇവരെല്ലാരെയും കോസ് തീറ്റ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ ഈ ഒരു ഫോർമാറ്റ് കിട്ടുമല്ലോ, ടാൻ തീറ്റയും സീക് തീറ്റയും കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുക, എങ്ങനെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുക. ഇവിടെ ആകെയുള്ളത് സൈൻ തീറ്റയും കോസ് തീറ്റയാണ്. ആൻസറിലുള്ളത് ടാൻ തീറ്റ സീക് തീറ്റയാണ്. അപ്പൊ ഇത് ടാൻ തീറ്റ സീക് തീറ്റ ആയിട്ട് മാറണമെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ മാറ്റിയാൽ മതി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്, 1/cos തീറ്റ എന്ന് പറയുന്നത് സീക് തീറ്റയാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവരെ ടാൻ തീറ്റ സൈൻ സീക് തീറ്റ എന്ന ഫോർമാറ്റിലോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിവൈഡിങ് ബോത്ത്, അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഞാൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പൊ ഇസിക്കൽ ടു സൈൻ തീറ്റ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ, പിന്നെ എന്തുണ്ട്? മൈനസ്, ഇനി ഈ കോസ് തീറ്റ ഉണ്ട്, അതിനെ ഞാൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കോസ് തീറ്റ പ്ലസ് 1 ഉണ്ട്, 1/cos തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇതാണ്, അത് കഴിഞ്ഞ് എന്തുണ്ട്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ, പിന്നെ എന്തുണ്ട്? പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് 1 ഉണ്ട്, 1/cos തീറ്റ. അപ്പൊ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തത് മനസ്സിലായല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചേഞ്ചസ് ഒരിടത്ത് വരുത്തുകയാണെങ്കിൽ അത് ആ ഇക്വേഷനിൽ മുഴുവനും, ആ ഒരു പ്രോബ്ലത്തിൽ മുഴുവനും ആ ചേഞ്ചസ് വരണം. അപ്പൊ ഇവിടെ ഞാൻ സൈൻ തീറ്റ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാവരെയും ഞാൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതാം. സൈൻ തീറ്റ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താണ്? ടാൻ തീറ്റ അല്ലെ. ടാൻ തീറ്റ മൈനസ് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് അല്ലെ. ഏതൊരു വാല്യൂവിനെയും ആ വാല്യൂ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്താവും? 1 ആവും. പ്ലസ് 1/cos തീറ്റ, 1/cos തീറ്റയുടെ ആൻസർ എന്താണ്? സീക് തീറ്റ
ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ് ടാൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്താണ് 1 മൈനസ് 1 ബൈ കോസ് തീറ്റ എന്താവും സീക് തീറ്റ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആൻസറിന്റെ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ, അതായത് സീക് തീറ്റ ടാൻ തീറ്റ എന്നുള്ള ഫോർമാറ്റിലോട്ട് മാറിക്കഴിഞ്ഞു. ഞാൻ ഇതിനെ ഒന്ന് ചേഞ്ച് വരുത്തുകയാണ്. ടാൻ തീറ്റ പിന്നെ സീക് തീറ്റ എഴുതാൻ പോകണം, പ്ലസ് സീക് തീറ്റ, പിന്നെ ഞാൻ -1 എഴുതാൻ പോകും, ഡിവൈഡഡ് ബൈ ഇവിടെയും ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1. ഓക്കെ, ഈ വാല്യൂനെ ഞാൻ ഇപ്പുറത്തോട്ടാക്കി, +1 അങ്ങോട്ടാക്കി. ഇനി എന്താണ് നമുക്ക് ആവശ്യം, നമ്മളോട് പറഞ്ഞിട്ട് ഐഡന്റിറ്റി എന്താണ്, സീക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇവിടെ എന്തുണ്ട്, സ്ക്വയർ ഉണ്ട് അല്ലെ. സീക്കിന് സീക് തീറ്റയ്ക്ക് സീക് സ്ക്വയർ തീറ്റ എന്നാണ്, ടാൻ തീറ്റ വന്നിട്ട് ടാൻ സ്ക്വയർ തീറ്റ ആണ്. നമുക്ക് ഇവിടെ സ്ക്വയർ ഉണ്ടോ, ഇല്ല. ടാൻ തീറ്റ സീക് തീറ്റ എന്നേ ഉള്ളൂ. ഇതിനെ സ്ക്വയർ പോലെ ആക്കണം, അതായത് ഈ ഒരു ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്ന രീതിയിൽ സ്ക്വയറിങ് ആക്കണം. അപ്പൊ സ്ക്വയറിങ് ആക്കണമെങ്കിൽ ഞാൻ ഇതിനെ ഒരു വാല്യൂ ആയിട്ടും -1 വേറൊരു വാല്യൂ ആയിട്ടും എടുക്കണം. അപ്പൊ ഇതൊരു വാല്യൂ ഇവിടെ സെപ്പറേറ്റ് ചെയ്യണത് മൈനസ്. അതുപോലെ ഇതും എന്താണ്, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1. ഇവിടെ നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബിയും എ മൈനസ് ബിയും കൂടെ ഇൻറ്റു ചെയ്ത ആൻസർ എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എന്തുണ്ട്, ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ, അതായത് എ പ്ലസ് ബി ഉണ്ട്. ഇനി ഒരു എ മൈനസ് ബിയും കൂടെ ഇതിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എ മൈനസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് എയുടെ സ്ഥാനത്ത് ടാൻ തീറ്റ, ബിയുടെ സ്ഥാനത്ത് സീക് തീറ്റ. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ ഉണ്ട്. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ നമ്മൾ ഇൻറ്റു ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ കിട്ടും. അതായത് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീ സ്ക്വയർ തീറ്റ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഐഡന്റിറ്റിയിൽ എന്താണുള്ളത്, സ്ക്വയർ ആണുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ സ്ക്വയറിംഗ് ആക്കി മാറ്റാൻ വേണ്ടി മുകളിലും താഴെ നമ്മൾ എന്താണ്, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോകണം. അപ്പൊ എന്താണ്, മൾട്ടിപ്ലൈ ബൈ എന്താണ്, ഇതിന്റെ നെഗറ്റീവ് വേർഷൻ, ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റയുടെ എന്തുണ്ട്, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. ഓക്കെ, അപ്പൊ ഇതിന് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഞാൻ ഇൻറ്റു ചെയ്യാൻ പോകണം, ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1 ഇൻറ്റു എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ കൊണ്ട് ഇൻറ്റു ചെയ്യണം, ബൈ ഓക്കെ. അപ്പൊ ന്യൂമറേറ്ററിനെ ഞാൻ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോകുന്നു, ഡിനോമിനേറ്ററിനെയും ഞാൻ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, ആദ്യം ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം, മൈനസ് ഇതുകൊണ്ട് 1നെ ഇൻറ്റു ചെയ്യണം, അങ്ങനെയല്ലേ. അതായത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ വേരിയബിളിനെയും പുറത്തുള്ള ഇതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ ഉണ്ട്, ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ ഇൻറ്റു ചെയ്യാം. ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. ഓക്കെ, ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്തതാണ് ഇത്. ഇനി എന്തുണ്ട്, മൈനസ് ഉണ്ട്, -1 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, ഇത് ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. ഇതിലെ ബാലൻസ് ഞാൻ ഇവിടെ ചെയ്യാൻ പോവുകയാണ്.
ഓക്കെ, അപ്പൊ ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ, ഇതിന്റെ ആൻസർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടുത്തെ എ ആരാണ്? ടാൻ തീറ്റ, ബി വന്നിട്ട് സീക് തീറ്റ. അപ്പൊ എ സ്ക്വയർ എന്ന് എഴുതുന്നത് എങ്ങനെ എഴുതണം? ടാൻ സ്ക്വയർ തീറ്റ പിന്നെന്തുണ്ട്? മൈനസ് ബി സ്ക്വയർ എന്നാണ്. ബിയുടെ സ്ഥാനത്ത് ആരാണ്? സീക് തീറ്റ. അപ്പൊ സീക് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ മൈനസ് ഇതെന്താണ്? 1 ഇൻറ്റു ഈ വാല്യൂ. 1 ഇൻറ്റു ഈ വാല്യൂ എന്താണ്? ആ വാല്യൂ തന്നെ അല്ലെ? അപ്പൊ മൈനസ് ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ എന്ന് കിട്ടും. അതായത് 1 കൊണ്ട് ഏതൊരു വാല്യൂന് ഇൻറ്റു ചെയ്താലും അത് തന്നെയാണ് ആൻസർ. സോ 1 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ ആയി, ഡിവൈഡഡ് ബൈ എന്താണ്? ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. ഓക്കെ, ഇനി എന്താണ്? ഇവിടെ ഒരു സി സ്ക്വയർ തീറ്റ ഉണ്ട് അല്ലെ? സി സ്ക്വയർ തീറ്റയുടെ ഐഡന്റിറ്റി എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഈ വാല്യൂ എടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സി സ്ക്വയർ തീറ്റയ്ക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. ഇവിടെ എന്തുണ്ട്? ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ. സി സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ അല്ല, രണ്ട് വാല്യൂസ് ആണ്. അപ്പൊ രണ്ട് വാല്യൂസ് വരുമ്പോൾ ഇതിന്റെ മുന്നിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്രാക്കറ്റിലാണ് എഴുതേണ്ടത്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. മനസ്സിലായോ? സി സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ്, അത് എഴുതി. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ആ നെഗറ്റീവ് രണ്ടുപേരെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഇട്ടു. നെക്സ്റ്റ് ഇതാ നെഗറ്റീവ് ഇത്. ഈ നെഗറ്റീവ് കൊണ്ട് ഞാൻ ഇതിനെ ഇൻറ്റു ചെയ്യണം. ഇതുകൊണ്ട് നെഗറ്റീവ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്ത് എന്ത് കിട്ടും? നെഗറ്റീവ് ടാൻ തീറ്റ എന്ന് കിട്ടും. ഈ നെഗറ്റീവ് കൊണ്ട് ഈ നെഗറ്റീവ് സീക് തീറ്റ ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ് സീക് തീറ്റ എന്ന് കിട്ടും അല്ലെ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്, ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. ഓക്കെ, ഇനി എന്ത് എഴുതാം? ടാൻ സ്ക്വയർ തീറ്റ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് കൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാത്തിനെയും ഇൻറ്റു ചെയ്യണം അല്ലെ? നെഗറ്റീവ് ഇൻറ്റു 1 നെഗറ്റീവ് 1, നെഗറ്റീവ് ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ നെഗറ്റീവ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ടാൻ സ്ക്വയർ തീറ്റ. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവിന്റെ ആൻസർ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ടാൻ സ്ക്വയർ തീറ്റ എന്നായി. പിന്നെ നെഗറ്റീവ് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. ഇവിടെ എന്താണ്? ഇവിടെ ഒരു പോസിറ്റീവ് ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ആവും അല്ലെ? ടാൻ സ്ക്വയർ തീറ്റയും നെഗറ്റീവ് ടാൻ സ്ക്വയർ തീറ്റയും ക്യാൻസൽ ആവും. പിന്നെ എന്തുണ്ട്? മൈനസ് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ, പിന്നെ ഒരു -1 അല്ലെ? എന്താണ്? മൈനസ് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ പിന്നെ ഒരു -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ, which implies ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? ഈ നെഗറ്റീവിനെ ഞാൻ പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്തു കഴിഞ്ഞാൽ, കാരണം ടാൻ തീറ്റ താഴെയുണ്ട്, സീക് തീറ്റ താഴെയുണ്ട്, 1ഉം താഴെയുണ്ട്. അപ്പൊ ഇത് ഇത്രയും മുകളിലുണ്ട്, അതിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഈ ഫോർമാറ്റിലല്ല ഇരിക്കണം. കാരണം ഇവിടെ പോസിറ്റീവ് ടാൻ തീറ്റ ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ടാൻ തീറ്റ, നെഗറ്റീവ് സീക് തീറ്റ ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് സീക് തീറ്റ, +1 ആണെങ്കിൽ ഇവിടെ -1. അപ്പൊ ഇതേ ഫോർമുല ഇതിനെ മാറ്റണമെങ്കിൽ ഈ നെഗറ്റീവ് എല്ലാം റിമൂവ് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? നെഗറ്റീവിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടുത്തെ നെഗറ്റീവിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? ഇവിടുത്തെ നെഗറ്റീവ് പോയാൽ പിന്നെ ആരേ ഉള്ളൂ? പോസിറ്റീവ് ടാൻ തീറ്റയേ ഉള്ളൂ. ഇവിടുത്തെ നെഗറ്റീവ് ഇവിടുത്തെ പോസിറ്റീവ് സീക് തീറ്റയാണ്. അപ്പൊ ഞാൻ തിരിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്. അതിനെന്ത് ചെയ്യണം?
നെഗറ്റീവ് സീക് തീറ്റ എന്ന് എഴുതണം. എങ്കിലേ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി മാറുള്ളൂ. അതിൽ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവായി മാറുള്ളൂ. ഇനി എന്താണ്, -1 ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് എഴുതണം, +1 എന്ന് എഴുതണം. എങ്കിലേ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് -1 ആയിട്ട് തിരിച്ചു വരത്തുള്ളൂ അല്ലേ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നെഗറ്റീവ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ നെഗറ്റീവ് ടാൻ തീറ്റ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് സീക് തീറ്റ പോസിറ്റീവ് സീക് തീറ്റ, നെഗറ്റീവ് ഇൻറ്റു +1 -1 എന്ന് തിരിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നെഗറ്റീവ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ +1 divided by tan theta minus sec theta +1 into tan theta minus sec theta, tan theta minus sec theta. ഇവിടെ രണ്ടിടത്ത് കോമൺ ആയിട്ട് ആരുണ്ട്, ഇതുണ്ട് അല്ലേ. ഈ tan theta minus sec theta +1 മുകളിലും താഴെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും. ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ആരാണുള്ളത്, നെഗറ്റീവ്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഉള്ള വാല്യൂസ് കട്ടായി പോയാൽ ഇവിടെ എന്തുണ്ട്, 1 ഉണ്ട്. അത് -1 എന്ന് കിട്ടും. ഇവിടുത്തെ കട്ടായി ആരോ ഉള്ളൂ, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. നമ്മുടെ ആൻസറിലോട്ട് വരാം. 1/sec തീറ്റ മൈനസ് ടാൻ തീറ്റ ആണ്. അപ്പൊ ഇവിടെ 1 ഉള്ളൂ, നെഗറ്റീവ് ഇല്ല. പക്ഷെ നമുക്കിവിടെ എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് കളയാനായിട്ട് എന്താ ചെയ്യണം, ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് മൾട്ടിപ്ലൈയിങ്, ഓക്കെ, മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ നെഗറ്റീവ്. മുകളിലുള്ള ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നെഗറ്റീവ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം നെഗറ്റീവ് ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ടാൻ തീറ്റ എന്ന് കിട്ടും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് സീക് തീറ്റ എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് 1/ എന്താവും, ഇത് നമുക്ക് സീക് തീറ്റ ഫസ്റ്റ് ചെയ്താൽ സീക് തീറ്റ, പിന്നെ നെഗറ്റീവ് ടാൻ തീറ്റ രണ്ടാമതായിട്ട് നെഗറ്റീവ് ടാൻ തീറ്റ. ഓക്കെ, അപ്പൊ എന്തായി മാറി, നമ്മളോട് പറഞ്ഞ സൊല്യൂഷനിലേക്ക് വന്നു. 1/sec theta മൈനസ് tan theta എന്നുള്ള ഫോർമുലയായി, വിച്ച് ഈസ് RHS. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രൂവ് ദാറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എപ്പോഴും പ്രൂവ് ദാറ്റ് പറയുമ്പോൾ ക്വസ്റ്റ്യനും ആൻസറും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക. ആൻസർ sec theta tan theta ആണെങ്കിൽ, ഇത് വന്നിട്ട് sin theta cos theta ആണെങ്കിൽ, ഇതിനെ എങ്ങനെ sec theta tan theta ആക്കി മാറ്റാം, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് sec theta ആയി മാറും, tan theta ആയി മാറും എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. അപ്പൊ tan theta ആണെങ്കിൽ cos കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. sin theta by cos theta ആണ് tan theta. sec theta എന്ന് പറയുന്നത് 1/cos theta ആണ്. അപ്പൊ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ cos theta കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അതെന്തായി മാറും, tan thetaയും sec theta ആയിട്ടും മാറും. പിന്നെ എന്താണ് നമ്മളോട് പറഞ്ഞ ഐഡന്റിറ്റി, c² theta = 1 + tan square theta എന്നാണ്. അപ്പൊ സ്ക്വയർ വരണം. സ്ക്വയർ വരണമെങ്കിൽ ആ വാല്യൂവിന് നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, നേരത്തെ ചെയ്തതുപോലെ എന്താണ് tan theta മൈനസ് sec theta കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം എന്താണ് സ്ക്വയർ ഫോമിലേക്ക് കിട്ടും. സ്ക്വയർ ഫോമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ c² ഐഡന്റിറ്റി ആണ് 1 + tan square എടുത്ത് അപ്ലൈ ചെയ്യുക. പിന്നെ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.